തോൽവിയിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയും MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നുവെന്നാണ് വിവരം. എറണാകുളത്തെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം P. രാജീവെന്നും അംഗങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക നിർബന്ധിച്ച് അംഗീകരിപ്പിച്ചുവെന്നുമാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും തിരിച്ചടിയായെന്നും വിലയിരുത്തി. നേതാക്കൾ തെറ്റായ ശൈലി പിന്തുടർന്നപ്പോൾ പാർട്ടി തിരുത്തിയില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളെ തള്ളിപ്പറയണമെന്നുമായി നിരീക്ഷണമുണ്ടായി. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇതിപ്പോൾ പാർട്ടി അംഗങ്ങളിൽ പലരും പറയാതെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. പരസ്യമായി തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളുടെ മുന്നിൽ അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിനൊരു വലിയ തോൽവി വേണ്ടി വന്നു. കണ്ണൂരിലൊക്കെ പാർട്ടിയെ നേതാക്കൾ തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തും എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. എറണാകുളത്തും സമാനമായി തന്നെ. കാരണം മറ്റു ജില്ലകളെ പോലെയല്ല, ഒരു സമ്പൂർണ്ണ തോൽവി അനുഭവപ്പെട്ട ഒരു ജില്ല കൂടിയാണല്ലോ എറണാകുളം. രഞ്ജിത്ത്, എറണാകുളം ജില്ലയ്ക്ക് പൊതുവിലൊരു UDFിൻ്റെ കോൺഗ്രസിൻ്റെ ആധിപത്യമുണ്ട് എന്ന് പറയുമ്പോഴും പരിപൂർണമായി ഒരിക്കലും എറണാകുളം ജില്ല അങ്ങനെ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. എപ്പോഴും ചെറുത്തുനിൽപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. പക്ഷേ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. അമ്പേ പരാജയം, തകർന്ന് തരിപ്പണമായെന്നെല്ലാം പറയുന്ന രീതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് വന്നത്. എല്ലായിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ UDFിനോട് തോൽക്കേണ്ടി വന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ തികയുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പുകഞ്ഞു തുടങ്ങിയതാണ്. ഇതൊരു ഏകാധിപത്യ പ്രവണതയോടെ, ഏകാധിപത്യ ശൈലിയോടുകൂടിയാണ് ഈ ജില്ലയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പ്രത്യേകിച്ച് P. രാജീവിനെതിരെ, മന്ത്രി P. രാജീവിനെതിരെ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിനെതിരെയുള്ളൊരു കുറ്റപ്പെടുത്തൽ തുടക്കം മുതലുള്ളൊരു അടക്കം പറച്ചിൽ എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. പല സ്ഥാനാർത്ഥികളെയും അടിച്ചേൽപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അർഹരായ പലരെയും തന്നെ ഒഴിവാക്കപ്പെടുന്നു. അതുപോലെ ഉയർന്നു വരുന്ന, മുന്നോട്ട് വരേണ്ട ആളുകളെ അവരെല്ലാം തന്നെ വെട്ടി ഇല്ലാതാക്കുന്നു. ഒരു ഏകാധിപത്യ ശൈലി എന്നതെല്ലാം തന്നെ പുറമേ പറച്ചിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ദിവസം ഇന്നും സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി തുടരുന്നുണ്ട്. ഇന്നലെ ആദ്യ ദിവസത്തിൽ തന്നെയാണ് ഈ രീതിയിലേക്ക് വലിയ വിമർശനമാണ് P. രാജീവിനെതിരെ ഉയർന്നത്. അതോടൊപ്പം സെക്രട്ടേറിയറ്റ് തുറന്നിരുന്ന സെക്രട്ടേറിയറ്റിലാണ് രൂക്ഷമായ വിമർശനം രാജീവിന് നേർക്ക് എഴുന്നേറ്റ് നിന്ന അംഗങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. പിണറായിക്ക് ഒരു ഏകാധിപത്യ ശൈലി പോകുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ജില്ലയിലും P. രാജീവ് തുടരുന്നത്. യുവ നേതാക്കളെ വളരുവാനായിട്ട് അനുവദിക്കാത്തൊരു സാഹചര്യം, ഇതെല്ലാം തന്നെ അംഗങ്ങൾ പറയുന്നു. ഒപ്പം തന്നെയാണ് പൊതുവിൽ പാർട്ടിയുടെ കഴിഞ്ഞ ഈ ഒരു 5 വർഷം ടേമെല്ലാം തന്നെ വിലയിരുത്തുമ്പോൾ ആ ഭരണത്തിൽ തന്നെയുള്ള ചില ന്യൂനതകളടക്കമുള്ള പിണറായി വിജയൻ ഏകാധിപത്യ ശൈലിയിലേക്ക് പോയിട്ടുണ്ട്. അത് പാർട്ടിക്ക് വളരെയധികം ദൂഷ്യം ചെയ്തു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ തിരുത്താനായിട്ട് പിണറായിയുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു ശ്രമവും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ തന്നെ അത് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്നതിനടക്കമുള്ളൊരു കാരണങ്ങളിലേക്ക് വന്നിരുന്നു. ഇതിനെല്ലാം പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവർ ആരും തന്നെ അതിന് മുന്നിട്ടിറങ്ങിയില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലടക്കമുണ്ടായത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ തോൽവിക്ക് ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ നേതാക്കളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഇന്നലെ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റിലേക്കും എല്ലാം തന്നെ വിമർശനമായിട്ട് ഉയർന്നു വന്നത്. ഇന്നും യോഗം തുടരുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.